ഇത് ഗോൾഡ് 101.3 FM. വൈശാഖം സമീറയുമാണ് നിങ്ങളിലൂടെ. വെരി ഗുഡ് മോർണിംഗ്. ഒരു പ്ലസന്റ് ഗുഡ് മോർണിംഗ് ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ കുറച്ച് ടെൻസ്ഡ് ആണ്, കുറച്ച് ഇറിറ്റേറ്റഡ് ആണ്, നമ്മൾ കുറച്ചധികം സങ്കടപ്പെട്ടിരിക്കുവാണ്. ഇവിടെ പ്രവാസികളായി ജീവിക്കുന്ന പല അച്ഛന്മാരും കഷ്ടപ്പെടുകയാണ് നാട്ടിലുള്ള മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. കാരണം മക്കളെ ഒരു എഞ്ചിനീയർ ആയി കാണണമെന്നൊരു ആഗ്രഹവുമായിട്ട് സ്വപ്നം കാണുന്ന ഒരുപാട് പേരൻസ് ഉണ്ട്. പക്ഷെ അവരെ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു കോളേജിൽ കൊണ്ട് ചേർക്കാമെന്ന് നോക്കുമ്പോഴത്തേക്ക് കിട്ടുന്ന ഒരു അഡ്മിഷൻ ഈ പറഞ്ഞ പോലെ നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പോലെയുള്ള ഏതെങ്കിലും ഒരു കോളേജിലാണെങ്കിൽ അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ചില മാധ്യമങ്ങൾ മാത്രം സംസാരിച്ചൊരു വാർത്തയുണ്ട്. പ്രമുഖമായിട്ടുള്ള പല പത്രമുത്തശ്ശിമാരും ഈ ഒരു വാർത്ത കാണുക പോലും ചെയ്തില്ല. അവരാരും തന്നെ മനഃപൂർവ്വം മൈൻഡ് ചെയ്തില്ല എന്ന് പറയാൻ പറ്റും. കാരണം പരസ്യം അവർക്ക് ലഭിക്കുന്നതുകൊണ്ട് തന്നെ അവർ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ പാമ്പാടി എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു വിദ്യാർത്ഥി ജിഷ്ണു പ്രണോയ് എന്ന് പറഞ്ഞിട്ടുള്ള വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. അതൊരു ഹരാസ്മെന്റിന്റെ എന്ന് പറഞ്ഞാണ് പിടിച്ചുകൊണ്ട് പോയത്. പക്ഷെ അത് നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഈ PRO എന്ന് പറയുന്ന ആളുടെ റൂമിൽ കൊണ്ടുപോയി അദ്ദേഹത്തിനെ ഒരുപാട് ഹരാസ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു വിഷമം താങ്ങാൻ വയ്യാണ്ടായിരിക്കുമല്ലോ ആത്മഹത്യ ചെയ്തു. നെഹ്റു കോളേജിൽ പഠിച്ച ഏതെങ്കിലും ആരും സംസാരിക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പം ഒരുപാട് പേര് വിളിച്ചു. അതിനകത്ത് ഈ കോളേജിൽ പഠിച്ച ഒരു വ്യക്തിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഹലോ, ഹായ്, ഗുഡ് മോർണിംഗ്. ഇതാരാ സംസാരിക്കുന്നത്? അദീബാണ്. അദീബ് 2011-15 ബാച്ചായിരുന്നു നെഹ്റു പാമ്പാടി കോളേജില്. അതെ, അല്ല, തൊട്ടപ്പുറത്തൊരു കോളേജുണ്ട്, ജവഹർലാൽ കോളേജ്. ഇവരുടെ തന്നെയാണ് നെഹ്റു ഗ്രൂപ്പ് തന്നെ, അവരുടെ സഹോദര കോളേജ് തന്നെയാണ്. ശരി. ഓക്കെ. അപ്പോ ഞങ്ങൾ ഒരു വട്ടം ഒരു പ്രശ്നത്തിൽ പെട്ടു, ഞാൻ കുറച്ച് പിള്ളേര്, ഒരു 5-6 പേര്. അപ്പൊ ഞങ്ങൾ അവിടുന്ന് ഈ പ്രശ്നത്തിന്റെ പേര് ഞങ്ങൾ ആദ്യം നെഹ്റു കോളേജിലേക്ക് മാറ്റി. അതായത് ഈ പറയപ്പെടുന്ന കോളേജില് പ്രശ്നം ഉണ്ടായി എന്ന് പറയുന്ന കോളേജിൽ അങ്ങോട്ട് മാറ്റി. എന്നിട്ട് അവിടെ PROന്റെ റൂം ഉണ്ടായിരുന്നു. PROന്റെ ഏരിയ കൊണ്ടുപോയിട്ട് അടി കിട്ടിയില്ല, കൈ ഒങ്ങി ജസ്റ്റ് ഫേസ് വരുമ്പോഴേക്ക് മാറി. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഈ പറയുന്ന പോലെ ഇടിമുറി എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ ഉണ്ടോ? അത് PROന്റെ മുറിയാണ്, ഇടിമുറി അല്ല. അത് പേര് ഞങ്ങൾ ഇട്ടുന്നേ ഉള്ളൂ. PROന്റെ മുറിയാണ് ഞങ്ങൾ ഇടിമുറി എന്ന് പറയുന്നത്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇടിമുറി, ഇടി ഉറപ്പാണ്. അതെ അതെ. ഈ പറഞ്ഞ സഞ്ജിത്ത് എന്ന് പറയുന്ന ആളാണല്ലോ അന്നും PRO? അതെ അതെ, സഞ്ജിത്തായിരുന്നു എന്റെ നേരെ കൈവീശിയത്. PRO അധ്യാപകരോടും ഇതുപോലെ പെരുമാറാറുണ്ടോ? ഇല്ല, PRO അല്ല, അവരുടെ ഓഫീസ് സ്റ്റാഫ്. അതായത് നമ്മള് ഗുണ്ടകൾ എന്ന് പറയും. അതായത് ഈ ഗേറ്റിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ടാവും കുറച്ച് പേര്. കാർഡ് ഇട്ടിട്ടുണ്ടോ അതോ ID കാർഡ് കൊണ്ടുവന്നിട്ടുണ്ടോ അല്ലേ? അതെ അതെ. ജിഷ്ണുവിന്റെ ക്ലോസ് ഫ്രണ്ടാണ്. അപ്പോ ആ ഒരു ഫ്രണ്ടിന്റെ ആന്റിയാണ് ഇപ്പൊ നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത്. ഹലോ, ഹായ്, ഗുഡ് മോർണിംഗ്. കൂട്ടുകാരൻ എന്താ പറയുന്നത് അവിടുത്തെ പ്രശ്നം നെഹ്റു കോളേജിന്റെ? അവിടെ ഇതുപോലെല്ലാം ഉണ്ട്. ക്ലീൻ ഷേവ് ചെയ്തു പോയില്ലെങ്കിൽ പണിഷ്മെന്റ് ആണ്. ഇതൊക്കെ ഉള്ളതാണ്. ഇവനും കിട്ടിയിട്ടുണ്ട്. പാരന്റ്സ് മീറ്റിങ്ങിന് വിളിക്കാറുണ്ട്, പക്ഷെ ഇതുപോലെ ഒന്നും പറയാറില്ല. ഈ പറഞ്ഞ പോലെ ഡിസിപ്ലിൻ വേണം അവിടെ. ഇതൊക്കെയാ പറയാറുള്ളത്. ഈ ഇടിമുറി എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ ഉണ്ടെന്നാണോ ഈ മോൻ പറയുന്നത്? ഉണ്ടെന്നാണ് പറയുന്നത്. ഈ ജിഷ്ണു എന്ന് പറഞ്ഞ ആള് നല്ല കുട്ടിയായിരുന്നു, എന്തായിരുന്നു പറയുന്നത്? നല്ല കുട്ടിയായിരുന്നു, നല്ല പോലെ പഠിക്കും, എല്ലാ കഴിവുള്ള കുട്ടിയാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ ഈ പറയുന്ന ആളുടെ മോന് പോലും എക്സാം എഴുതാൻ പറ്റിയില്ല. പക്ഷെ ഈ ജിഷ്ണു എഴുതുന്നുണ്ട് എക്സാം. കുട്ടിയെ നല്ല മാർക്കുള്ളത് കൊണ്ടാണല്ലോ എഴുതാൻ പറ്റുന്നത്. അങ്ങനെ ഒരു കുട്ടി കോപ്പി അടിക്കുമെന്ന് തോന്നുന്നുണ്ടോ? കോപ്പി അടിച്ചിട്ടില്ല എന്നാ മോൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് മനഃപൂർവ്വം മാനേജ്മെന്റ് ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ എന്തെങ്കിലും ആയിരിക്കുമോ? ഉണ്ടാക്കിയതാ. അങ്ങനെ എക്സാം എഴുതിയ പേപ്പർ കട്ട് ചെയ്താല് നിനക്കിനി എക്സാം എഴുതാൻ പെർമിഷൻ തരാന്ന് പറഞ്ഞു. പക്ഷെ കട്ട് ചെയ്തതിന് ശേഷം പറഞ്ഞ് ഇനി എഴുതാൻ പറ്റില്ലാന്ന്. വൈശാഖ്, എനിക്ക് ഒരു ടെൻഷൻ തോന്നുന്നത് ആൺകുട്ടികൾക്ക് ഇത്രയും പ്രശ്നമാണെങ്കിൽ പെൺകുട്ടികൾ ആ കോളേജിലില്ലേ, അവരെങ്ങനെയായിരിക്കും ഇത് സഫർ ചെയ്യുന്നത്? ഇപ്പൊ നമ്മുടെ കൂടെ ലൈവിൽ ഒരാൾ ജോയിൻ ചെയ്യാണ്. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പറയൂ, നെഹ്റു കോളേജിൽ പഠിച്ചൊരു വിദ്യാർത്ഥിനിയാണല്ലേ? അതെ. ഓക്കെ, എങ്ങനെയാ കോളേജിൽ പഠിച്ചത്? നമ്മളിതൊക്കെ കേട്ടിട്ട് ശരിക്കും പറഞ്ഞ പേടിയാവുന്നു. ഞങ്ങൾ ആ കോളേജ് ഗേറ്റ് കടക്കുമ്പോൾ മുതലുള്ള കാര്യങ്ങൾ ഞാൻ എനിക്കൊന്ന് ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. ഞങ്ങൾ ആദ്യം ഞങ്ങൾ അവിടെ അടുത്ത് തന്നെ ഒരു വീടെടുത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഗേറ്റിലേക്ക് ഞങ്ങൾക്ക് ആകെ കുറച്ച് ദൂരേ ഉള്ളൂ. ഗേറ്റ് എത്തുമ്പോൾ അവിടെ സെക്യൂരിറ്റീസ് ഉണ്ടാവും. ഞങ്ങളുടെ കയ്യിൽ ID കാർഡ് ഉണ്ടെങ്കിലും അത് കഴുത്തിലിട്ടില്ലെങ്കിൽ അത് പിടിക്കാൻ അവർക്ക് അധികാരമുണ്ട്. അപ്പൊ ഞങ്ങളത് കഴുത്തിലിട്ടുകൊണ്ട് തന്നെ നടക്കണം. അത് നടന്ന് ഇപ്പം ആൺകുട്ടികളാണെങ്കിൽ ചിലപ്പോൾ അവരത് പോക്കറ്റിനകത്ത് കഴുത്തിലിട്ടതിന് ശേഷം പോക്കറ്റിനകത്ത് ഇട്ടിട്ടുണ്ടാവും. അപ്പൊ അത് പോക്കറ്റിൽ നിന്ന് എടുത്ത് വെളിയിൽ ഇടാൻ പറയും. കുറച്ച് ദൂരം നടക്കാനുണ്ട് ഞങ്ങൾക്ക് മുകളിൽ ബിൽഡിങ്ങിലേക്ക്. അവിടെ നടന്നു കഴിയുമ്പം അവിടെ ആദ്യം 9 മണിക്കാണ് ബെല്ലടിക്കുന്നത്. ഞങ്ങൾ ചിലപ്പം 8:55 ആയിരിക്കും ഇറങ്ങുന്നുണ്ടാവാം. 9 മണിക്ക് ഞങ്ങൾ അവിടെ എത്തും കറക്റ്റ് ആയിട്ട് വാതിലിന് മുന്നിൽ. പക്ഷെ ആ വാതില് പകുതി അടച്ചിട്ടുണ്ടാവും. എന്തിനാന്ന് വെച്ചാൽ ഇനി ലേറ്റ് ആയി വരുന്നവരെ കടത്തില്ല എന്നുള്ള നിലയ്ക്ക് ബിൽഡിങ്ങിനകത്തോട്ട്. അതിന് ഫ്രണ്ടില് 2 പേര് നിൽക്കുന്നുണ്ടാവും. അവരാണ് PT സാർമാരെന്ന് പറയുന്നത്. ഞങ്ങൾ അവർക്ക് പേരൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ
അതൊന്നും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ. ഞങ്ങൾക്ക് ഒരു കോട്ടും ഷർട്ടും പാൻസുമാണ് വേഷം, പിന്നെ ഷൂസും. ഞങ്ങളുടെ പോക്കറ്റില് ഫോൺ ഇട്ടിട്ടുണ്ടോ എന്നാണ് അവരുടെ സ്കാനിങ്. അതായത് അവര് നമ്മളെ തല മുതൽ താഴെ വരെ അവർ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും പെൺകുട്ടികളെ. അതെ, ഇതെല്ലാം കഴിഞ്ഞാണ് നമ്മൾ അകത്തോട്ട് കയറി പോകുന്നത്. അവിടെയുള്ള ഓരോ അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് ചെയ്യുന്ന ഓരോരുത്തരുടെയും വിചാരം അവരെല്ലാം അധ്യാപകരുടെയും മുകളിലാണ്. ആരെയും എന്തും പറയാനുള്ള അധികാരം അവർക്ക് ഉണ്ടെന്നുള്ള നിലയ്ക്കാണ് അവർ നമ്മളോട് പെരുമാറുന്നത്. ഒരു ദിവസം ലീവ് എടുത്താൽ ഞങ്ങൾ അതിന് 4-5 പേരുടെ സൈൻ വാങ്ങിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ക്ലാസ്സിലിരുന്ന് ഫുഡ് കഴിക്കണമെങ്കിൽ പേടിച്ച് കഴിക്കാൻ പറ്റും. ഇപ്പൊ ഒരാൾക്ക് വയ്യാതായി, ക്യാൻറ്റീൻ ഞങ്ങൾക്ക് താഴെയാണ്, വീണ്ടും ഗേറ്റിന്റെ അത്രയും ദൂരം ഞങ്ങൾക്ക് താഴോട്ട് നടക്കണം ക്യാൻറ്റീനിലേക്ക് പോകണമെങ്കിൽ. ഇപ്പൊ ഞങ്ങൾക്ക് ക്ലാസ്സിലിരുന്ന് ഉച്ചയ്ക്ക് അങ്ങനെ വയ്യാത്ത ഒരാൾക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ, ഇൻ കേസ് ഞങ്ങൾക്ക് ഇപ്പൊ ലാബിൽ എന്തെങ്കിലും എക്സ്ട്രാ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും സബ്മിറ്റ് ചെയ്യണം, എന്തെങ്കിലും പോർഷൻസ് ഞങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യണം, താഴെ വരെ പോയി വരാൻ ഞങ്ങൾക്ക് സമയമില്ല. ക്ലാസ്സിലിരുന്ന് കഴിക്കണമെങ്കിൽ അത് ഞങ്ങൾക്ക് പുറത്തൊരാളെ നിർത്തിയേ കഴിക്കാൻ പറ്റും. ആരെങ്കിലും വന്ന് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവും. ആരെങ്കിലും വന്ന് കണ്ടു കഴിഞ്ഞാൽ ഐ ഡി കാർഡ് പോകും, പിന്നെ അതിന്റെ പുറകെ എന്തുണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഫൈൻ എപ്പോഴും എടുത്തു കൊടുക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. ഐ ഡി കാർഡ് പോയാൽ 100 രൂപ പോയി എന്നുള്ളതാണ്. അവസാന വർഷമാണ് ഞങ്ങളുടെ അവിടെ ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കി പറയുന്ന വൈസ് പ്രിൻസിപ്പൾ വന്നത്. അദ്ദേഹം പെരുമാറുന്നത് ഞങ്ങൾക്ക് ഒരിക്കലും ഒരു സാറായിട്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റില്ല. ഞങ്ങൾക്ക് എന്നും ദേഷ്യമായിരുന്നു, പേടിയെന്ന് പോലും പറയാൻ പറ്റില്ല. ആ രീതിയിലാണ് അദ്ദേഹം ഞങ്ങളോട് പെരുമാറിക്കൊണ്ടിരുന്നത്. പ്രിൻസിപ്പലിന് അവിടെ വോയിസ് ഇല്ല. ഈ സഞ്ജിത്ത് എന്ന് പറഞ്ഞ ആള് തല്ലുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ PROയും അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകൾ ആരെങ്കിലും? എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ്. കാരണം ഞങ്ങൾ ഗേൾസും അയാളുമായിട്ട് അങ്ങനെ വലിയ ബന്ധം ഉണ്ടാവാറില്ല. എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ്, ഒരിക്കൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ട് അവരങ്ങോട്ട് കൊണ്ടുപോയപ്പം അവർക്ക് ഉണ്ടായതാണ്. അയാളുടെ മുന്നിൽ ചെന്ന് നമ്മളൊന്ന് പതറുകയാണെങ്കിൽ, ഒന്ന് വിറക്കുകയാണെങ്കിൽ അയാൾ അടിക്കും. ശരി, അതായത് കൈകൊണ്ട് തല്ലും. ഓക്കെ. നിങ്ങൾ ആരെങ്കിലും കംപ്ലൈന്റ് ചെയ്യാൻ ഇതുവരെയും പോയിട്ടുണ്ടോ? ആരെങ്കിലും എപ്പോഴെങ്കിലും? ഞങ്ങൾ ആരോടാണ് കംപ്ലൈന്റ് ചെയ്യേണ്ടത്? മാനേജ്മെന്റിന്റെ ആളാണ് PRO. ഞങ്ങൾ ആരോടാണ് കംപ്ലൈന്റ് ചെയ്യേണ്ടത്? ശരി, ഇപ്പൊ ഈ വിളിക്കുന്ന ആള് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തോ നെഹ്റു കോളേജിൽ നിന്ന്? കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പൊ 2-3 വർഷമായി. ശരി, ഇപ്പോഴും ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ ഒരു ദേഷ്യമാണ് മനസ്സിൽ തോന്നുന്നത് അല്ലേ? എനിക്ക് വളരെയധികം ദേഷ്യം. ഞാൻ ഇപ്പോഴും പറയും എന്റെ വീട്ടുകാരോട്, എന്തിനാണ് എന്നെ അവിടെ കൊണ്ടുപോയിട്ടത്? ചേർത്തുന്നതിന് മുൻപേ എനിക്ക് മുന്നറിയിപ്പ് കിട്ടിയതാണ് എന്റെ സീനിയേഴ്സിന്റെ കയ്യിൽ നിന്ന് അവിടെ വരല്ലേ എന്ന്. എന്നിട്ടും അത് വീടിനടുത്ത് ഞങ്ങൾക്ക് പോയി വരാൻ പറ്റുന്ന ഒന്നായതുകൊണ്ട് മാത്രം ഏതെങ്കിലും ഗവൺമെന്റ് കോളേജിൽ എനിക്ക് കിട്ടുമായിരുന്നിട്ടും അവിടെ തന്നെ പോയി ചേരാണ്ടായ കാരണം വീട്ടിലെ സാഹചര്യങ്ങളായിരുന്നു. അമ്മ ഒറ്റയ്ക്കാവുന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട്. ശരി, അപ്പൊ എന്തായാലും വിളിക്കുന്ന ആള് പറയുന്നത് ഇനി ഒരാളെയും നെഹ്റുവിന്റെ ഒരു കോളേജിലേക്കും വിടില്ല എന്നാണോ? അങ്ങനെ സജസ്റ്റ് ചെയ്തില്ല? ഇല്ല, ഞാൻ പണ്ടേ സജസ്റ്റ് ചെയ്യില്ല. ഞാൻ ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോ എന്റെ ജൂനിയേഴ്സായി വരുന്ന കുട്ടികളോട് പറഞ്ഞു വരല്ലേന്ന്. അവര് അവിടെ വന്ന് പെട്ടുപോയൊരു തൊട്ടടുത്ത വർഷം എന്നോട് പറഞ്ഞു, ചേച്ചി പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു, ഞങ്ങൾ വെറുതെ വന്നു ഇങ്ങോട്ട്. സന്തോഷത്തോടെ പഠിച്ചിറങ്ങേണ്ട കോളേജ് ലൈഫ് വളരെ നരകതുല്യമായി മാറിയല്ലേ? അതെ, എനിക്ക് എല്ലാവരോടും പറയണമെന്നുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ ആലോചിക്കായിരുന്നു ഇവിടെയുള്ളവരോട് അത് എങ്ങനെയാണ് പറയാന്ന്. നിങ്ങളോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. 101.3 Gold FM.